ഇലക്ട്രോമാഗ്നറ്റിസം ഇലക്ട്രോമാഗ്നറ്റിസം അതിൽ ഒന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുമ്പോൾ ഈസ്റ്റേഡ് എക്സ്പെരിമെന്റ് ആണ്. OERSTED ഈസ്റ്റേഡ് എക്സ്പെരിമെന്റ്. അതായത് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറും ചുറ്റിനും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഒരു ചാപ്റ്റർ ആണിത്, ഇല്ലേ? ഒരു കണ്ടക്ടറിനകത്തൂടെ ഒരു കറണ്ട് കടന്നു പോവുകയാണെങ്കിൽ അതിന് ചുറ്റിനും എന്തുണ്ടാവുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞു തരുന്ന ചാപ്റ്ററാണ്. അത് കണ്ടുപിടിച്ചത് ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റേഡ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് കണ്ടുപിടിച്ചത് 1820. അത് ഇത് കണ്ടുപിടിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി കണ്ടുപിടിച്ചതല്ല, ആക്സിഡന്റലി കണ്ടുപിടിച്ചതാണ്. മനസ്സിലായോ? അപ്പൊ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പുള്ളി ഒരു കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ മാഗ്നറ്റിക് കോമ്പസ് നീഡിൽ ഇല്ലേ? കോമ്പസ് നീഡിലെ പ്രത്യേകത എന്താ? മാഗ്നറ്റിന്റെ അടുത്ത് പോകുമ്പോൾ ഡിഫ്ലക്ട്, ശരിയല്ലേ? പിന്നെ എപ്പോഴും അത് എർത്തിന്റെ നോർത്ത് ഡയറക്ഷനിൽ അതിന്റെ നോർത്തും, എർത്തിന്റെ സൗത്ത് ഡയറക്ഷനിൽ അതിന്റെ സൗത്തും ആയിരിക്കത്തുള്ളൂ. മനസ്സിലായോ? എന്നാൽ ഈ മാഗ്നറ്റിന്റെ അടുത്തോട്ട്, ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് അടുത്തോട്ട് കൊണ്ടുപോകുന്നതിനനുസരിച്ച് അത് ഭയങ്കരമായിട്ട് അത് ഡിഫ്ലക്ട് ചെയ്ത്, ഇപ്പൊ നോർത്തും സൗത്തും ആണെങ്കിൽ ഇത് ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് നമുക്ക് ഒന്ന് എഴുതാം. അതായത് എഴുതിക്കോളൂ, ഒരു ഡോട്ട് എഴുതിക്കോ. In 1820 Hans Easted observed that when an electric current is passed through a conducting wire, a magnetic field is produced around it. ശരിയല്ലേ? അതായത് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന്, അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിനകത്തുള്ള കറണ്ട് കടത്തി വിട്ടുകഴിഞ്ഞാൽ അതിന് ചുറ്റിനും എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതുകൊണ്ടാണ് പൊട്ടിക്കിടക്കുന്ന ലൈൻ കമ്പിയുടെ അടുത്ത് പോകരുതെന്ന് പറയുന്നത്. അടുത്ത് പോകുമ്പോൾ അത് നമ്മളെ എന്ത് ചെയ്യും? അതിലോട്ട് അട്രാക്ട് ചെയ്യുകയും നമുക്ക് ഷോക്ക് അടിക്കുകയും ചെയ്യും. മനസ്സിലായോ? അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം അദ്ദേഹം ഒരു എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ടാണ് ഇത്. ആ എക്സ്പെരിമെന്റ് എഴുതണ്ട, നിങ്ങൾ ആ ടെക്സ്റ്റിനകത്ത് പഠിച്ചാൽ മതി. അപ്പം അത് എപ്പോഴും ആലോചിച്ചോണം. ഞാൻ ആ എക്സ്പെരിമെന്റ് 4 വരച്ച് കാണിക്കാം. നമ്മുടെ മെയിൻ ആയിട്ട് ഒരു കൺസെപ്റ്റ് ഓർക്കേണ്ടത്, ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ് ആണെന്ന് ആലോചിക്കുക. ഓക്കെ. അതേ എക്സ്പെരിമെന്റ് നടത്തുകയാണ്. അദ്ദേഹം ഒരു ബാറ്ററി എടുത്തു. ബാറ്ററിയുടെ പോസിറ്റീവ് ആണ് ഒരു കീയിലോട്ട് കണക്ട് ചെയ്തു. കീയുടെ ഇപ്പൊ ബാറ്ററിയുടെ നെഗറ്റീവ് ആണ് ഒരു റിയോസ്റ്റാറ്റ്, കറണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് റിയോസ്റ്റാറ്റ്. ആ റിയോസ്റ്റാറ്റിലേക്ക് കണക്ട് ചെയ്തു. ആ റിയോസ്റ്റാറ്റിൽ നിന്ന് നേരെ എന്ത് ചെയ്യുന്നറിയോ? ഇങ്ങനെ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തു. ഈ കീ കണക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് കറണ്ട് പോകും, ആണല്ലോ. ഞാൻ ആദ്യം എന്ത് ചെയ്യാൻ പോകുന്നറിയോ? ഇതിന് ചുറ്റിനും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ കോമ്പസ് നീഡിലിന്റെ താഴെ ഈ കണ്ടക്ടറിന്റെ താഴെയായിട്ട്, അതായത് ബേസിൽ, അതായത് വയർ ഇങ്ങനെ പോവുകയാണെങ്കിൽ കോമ്പസ് നീഡിൽ ഞാൻ താഴെ വെക്കാൻ പോകും. അപ്പൊ കോമ്പസ് നീഡിൽ താഴെ വെക്കുന്നത് കാണിക്കാൻ വേണ്ടി ഞാൻ ഡോട്ടർ ഇട്ടാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, കോമ്പസ് നീഡിൽ എവിടെ ആയിരിക്കുന്നത്? ഈ ഭാഗത്തെ വയറിന്റെ, അതായത് ഇപ്പൊ ഇവിടെ AB എന്ന് പറയുന്ന വയറാണ്, ഈ AB എന്ന് വയറിന്റെ താഴെ ആയിരിക്കും. അപ്പൊ കോമ്പസ് നീഡിൽ എന്തായാലും എന്തുണ്ടാവും? ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അത് എങ്ങോട്ടാണ് ഡിഫ്ലക്ട് ചെയ്യുന്നതെന്ന് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ എങ്ങനെയാണെന്നറിയോ? അപ്പൊ നമ്മൾ എങ്ങോട്ടാണോ അപ്പം എവിടെയാണോ കോമ്പസ് നീഡിൽ ഇരിക്കുന്നത് അങ്ങോട്ടേക്ക് നോക്കി നീന്തുക എന്ന് പറയും. ആംബിയർ സ്വിമ്മിംഗ് റൂൾ വെച്ചിട്ടാണ് ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ നോക്കി, ഇത് നമ്മൾ കറണ്ട് എങ്ങോട്ടാ പോകുന്നത്? ഇങ്ങോട്ട്. അപ്പം കോമ്പസ് നീഡിൽ എവിടെ ഇരിക്കുന്നത്? വയറിന്റെ താഴെ. അപ്പൊ നമ്മൾ എങ്ങോട്ട് നോക്കി നീന്തണം? താഴോട്ട് നോക്കി കറണ്ട് പോകുന്ന ഡയറക്ഷനിലോട്ട് നീങ്ങിയാൽ നമ്മുടെ ലെഫ്റ്റ് കൈ എങ്ങോട്ടേക്കാണോ പോകുന്നത് ആ ഡയറക്ഷനിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്? കോമ്പസ് നീഡിൽ. ഒന്നുകൂടെ പറയാൻ പറ്റും? ഒന്നുകൂടെ പറയടാ, അതാ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതായത് നമ്മള് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കുന്നത്. അതിനകത്ത്
എന്താണ് ഒരു കണ്ടക്ടറിന് ചുറ്റിനും കറണ്ട് അല്ലെങ്കിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റിനും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. ആ കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരാണ് ഹാൻസ് ക്രിസ്ത്യൻ ഓസ്റ്റേഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്. 1820 അദ്ദേഹം അത് കണ്ടുപിടിച്ചത്. അദ്ദേഹം കണ്ടുപിടിച്ചത് ആക്സിഡന്റലി കണ്ടുപിടിച്ചാണ്. അദ്ദേഹം കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിനടുത്ത് വെച്ചിരിക്കുന്ന കോമ്പസ് നീഡിൽ വല്ലാതെ ഡിഫ്ലക്ട് ചെയ്തു. കോമ്പസ് നീഡിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ്. അതിനകത്ത് മാഗ്നറ്റ് ആണ്, ആ നീഡിൽ മാഗ്നറ്റ് ആണ്. അത് എപ്പോഴും എർത്തിന്റെ നോർത്തിലോട്ടും അതിന് നോർത്ത് എർത്തിന്റെ നോർത്തിലോട്ടും അതിന്റെ സൗത്ത് എർത്തിന്റെ സൗത്തിലോട്ടേ ഇരിക്കുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പം കറണ്ട് ഒന്നും കടത്തി വിട്ടില്ല അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ നോക്കി, അതായത് ഇതുവഴി കറണ്ട് ഒന്നും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കോമ്പസ് നീഡിൽ എങ്ങനെ ഇരിക്കും? കോമ്പസ് നീഡിൽ രണ്ട് ഇങ്ങനെ കണ്ടോ, ഇതാണ് നോർത്ത്, കണ്ടോ, ഇതാണ് എർത്തിന്റെ നോർത്ത്. ആ നോർത്ത് ഡയറക്ഷനിലോട്ട് ഇങ്ങനെ ഇരിക്കും. ഓക്കെ. എന്നാൽ കറണ്ട് കടത്തി വിട്ടാൽ എന്ത് സംഭവിക്കും? കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ ഈ വെച്ചിരിക്കുന്ന കോമ്പസ് നീഡിൽ എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്യും. ഈ കോമ്പസ് നീഡിൽ എവിടെ വെച്ചിരിക്കുന്നത്? ഈ വയറിന്റെ താഴെയാണ് വെച്ചിരിക്കുന്നത്. വയർ ഇച്ചിരി പൊക്കിയിട്ട് വയറിന്റെ താഴോട്ടാണ് ഈ കോമ്പസ് നീഡിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ ഡിഫ്ലക്ഷൻ എങ്ങോട്ടാണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ എപ്പോഴും ആലോചിക്കണം, എങ്ങോട്ടാണോ കോമ്പസ് നീഡിൽ വെക്കുന്നത് അങ്ങോട്ട് നോക്കി കറണ്ട് പോകുന്ന ഡയറക്ഷനിലോട്ട് നീന്തണം. നീന്തിയാൽ നിങ്ങളുടെ ലെഫ്റ്റ് കൈ എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ടേക്കായിരിക്കും ഡിഫ്ലക്ഷൻ. നോക്കിയോ, ഇതിപ്പോ നമ്മൾ താഴോട്ട് നോക്കി ഇങ്ങോട്ടേക്കല്ലേ നീന്തുന്നത്, അപ്പൊ നമ്മുടെ ലെഫ്റ്റ് കൈ തന്നെ ഇങ്ങോട്ടേക്കല്ലേ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡയറക്ഷൻ ദണ്ഡിങ്, അതായത് ഇതിന്റെ ഈ കോമ്പസ് നീഡിലിന്റെ നോർത്ത് പോൾ തന്നെ ഇങ്ങോട്ടേക്ക്. ഓക്കെ ആണല്ലോ. ഇനി ഇത് തന്നെ ഈ സെയിം സാധനം തന്നെ നമ്മൾ ഇങ്ങനെ നമ്മളൊരു ബാറ്ററിയുടെ പോസിറ്റീവ് എടുക്കുന്നു. ബാറ്ററിയുടെ പോസിറ്റീവ് കീയുടെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ എ എന്ന് പറയുന്ന വയറിന്റെ അറ്റത്ത് കൊണ്ട് കണക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന വയറിന്റെ അറ്റം നേരെ റിയോസ്റ്റാറ്റ് എന്ന് പറയുമ്പോൾ കറണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ്. ഇങ്ങനെ കൊണ്ട് കണക്ട് ചെയ്യുന്നു. ഇപ്പൊ ഇതുവഴി കറണ്ട് പോകുമോ? ഇല്ല. കാരണം എന്താ? ഈ കീ കണക്ട് ആയിട്ടില്ല. അപ്പൊ ഇപ്പൊ ഇതിന്റെ താഴെ, ഈ വയറിന്റെ താഴെ, എ ബി എന്ന് പറയുന്ന വയറിന്റെ താഴെയാണ് ഞാൻ കോമ്പസ് നീഡിൽ വെച്ചിരിക്കുന്നത്. താഴെ കോമ്പസ് നീഡിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഡോട്ടർ ഇട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. മുകളിലാണ് കംപ്ലീറ്റ് ലൈൻ വരയ്ക്കുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ ഇപ്പം ഇതിന്റെ ഡിഫ്ലക്ഷൻ എങ്ങനെയായിരിക്കും? ഇതിന്റെ എന്താണ് കോമ്പസ് നീഡിലെ ഡിഫ്ലക്ഷൻ? ഇപ്പൊ ഡിഫ്ലക്ഷൻ ഒന്നും ചെയ്തിട്ടില്ല, നോർത്തിലോട്ട് തന്നെയായിരിക്കും ഇരിക്കുന്നത്. എന്നാൽ ഇതുവഴി കറണ്ട് നോക്കിയോ, ഇതുവഴി കറണ്ട് ഞാൻ കറണ്ട് ഡയറക്ഷൻ ഒന്ന് തിരിക്കാം. അതായത് ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ഒന്ന് തിരിക്കുവാണേ. ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് തിരിച്ചപ്പോൾ കണ്ടോ, ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് വന്നു. ഇപ്പൊ കറണ്ട് എങ്ങനെയാണ് ഒഴുകുന്നത്? ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. ഓക്കെ. അപ്പം ഇനിയും നിങ്ങളുടെ ഡിഫ്ലക്ഷൻ എങ്ങോട്ടായിരിക്കും? നോക്കി, കോമ്പസ് നീഡിൽ താഴെ ആയിരിക്കുന്നത്, പക്ഷെ ഇങ്ങോട്ട് നോക്കി നീന്തണം. അതായത് നോക്കിയേ, നിങ്ങളുടെ തല, നിങ്ങളുടെ കണ്ണ് താഴോട്ടാണ്, നിങ്ങളുടെ കാല് തന്നെ ഇങ്ങനെ, നിങ്ങളുടെ ലെഫ്റ്റ് കൈ തന്നെ ഇങ്ങോട്ടേക്കല്ലേ നീന്തുന്നത്, ശരിയല്ലേ? അപ്പൊ ഈ കോമ്പസ് നീഡിൽ എങ്ങോട്ടേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്ന അറിയാമോ? ഈ സൈഡിലോട്ട്, ശരിയല്ലേ? ഇങ്ങോട്ടേക്ക് പോകുന്നു, ഇല്ലേ? നമ്മൾ നീന്തുന്ന അങ്ങോട്ട് നോക്കിയാൽ. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ. ഇനി ഇത് തന്നെ നമ്മൾ ഈ കോമ്പസ് നീഡിലെ നമ്മളിപ്പോ വയറിന്റെ താഴെയാണ് വെച്ചത്, വയറിന്റെ മോളിൽ വെച്ച് നോക്കിയാലോ? നോക്കാം. വയറിന്റെ മോളിൽ വെച്ച് നോക്കുവാണെങ്കിൽ എങ്ങനെയാ അതിന്റെ കൺസെപ്റ്റ് നോക്കാം. ഇത് വരയ്ക്കൊന്നും വേണ്ട, നിങ്ങൾ ടെക്സ്റ്റിനകത്ത് നമ്മൾ പഠിച്ചാൽ മതി. വയറിന്റെ മോളിൽ വെച്ച് നോക്കുവാണെങ്കിൽ നോക്കിയോളൂ, നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ്, ബാറ്ററിയുടെ നെഗറ്റീവ്, എന്നിട്ട് നമ്മളൊരു കീ കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ എ എന്ന് പറയുന്ന വയറിന്റെ ടെർമിനലിലോട്ട് കൊണ്ട് കണക്ട് ചെയ്യുന്നു. അതേപോലെ വയറിന്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് എന്ത് ചെയ്യുന്നു? റിയോസ്റ്റാറ്റ് വഴി ഞാൻ ബാറ്ററിയുടെ കണ്ടക്ടറിന്റെ അപ്പുറത്തെ സൈഡിൽ കണക്ട്. കീ കൊടുത്തു കഴിഞ്ഞാൽ നോക്കി, എങ്ങനെ കീ കൊടുത്തു? ഇപ്പൊ ഞാൻ ഈ കോമ്പസ് നീഡിൽ എവിടെ വെച്ചിരിക്കുന്നത് അറിയോ? മോളിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കംപ്ലീറ്റ് ലൈൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പം ഇവിടെ ഞാൻ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്താൽ ഈ കീ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്? ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് കണ്ടോ, ഈ ഡയറക്ഷനിൽ കണ്ടു പോകും. ഇപ്പം നിങ്ങൾ നീന്തേണ്ടത് എങ്ങോട്ട് നോക്കിയാണെന്നറിയോ? നിങ്ങൾ അങ്ങോട്ട് നോക്കിയാണ് നീന്തേണ്ടത്, അങ്ങോട്ടാ പോകേണ്ടത്. പക്ഷെ നോക്കേണ്ടത് എങ്ങോട്ടാ? കോമ്പസ് നീഡിൽ എവിടെ ഇരിക്കുന്നത്? വയറിന്റെ കോമ്പസ് നീഡിൽ വയറിന്റെ എവിടെ ഇരിക്കുന്നത്? കോമ്പസ് നീഡിൽ ഇവിടെ, കോമ്പസ് നീഡിൽ വയറിന്റെ താഴെ ആയിരിക്കുന്നത്. ഇവിടെ എവിടെ ആയിരിക്കുന്നത്? ഇവിടെ മുകളിലായിരിക്കുന്നത്. അപ്പൊ കോമ്പസ് നീഡിലെ നോക്കി വേണം നീന്താൻ. അപ്പൊ കോമ്പസ് നീഡിലെ നോക്കി ഇങ്ങോട്ടേക്ക് നീന്തുമ്പോൾ മുകളിലോട്ട് നോക്കി ഇങ്ങോട്ടേക്ക് നീന്തണം. അതായത് ബാക്ക് സ്ട്രോക്ക് അടിക്കണം നീന്തലിനകത്ത്. ബാക്ക് സ്ട്രോക്ക് അടിക്കുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് കൈ നോക്കി മുകളിലോട്ട് നോക്കി, നിങ്ങളുടെ മുഖം ഇവിടെ, നിങ്ങളുടെ കാലിവിടെ. ഇപ്പൊ മുകളിലോട്ട് നോക്കി നീന്തുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് കൈ എങ്ങോട്ടേക്കായിരിക്കും? ഇങ്ങോട്ടേക്ക്. അപ്പൊ ഈ കേസിൽ ഇതിന്റെ ഡിഫ്ലക്ഷൻ ഇങ്ങോട്ടേക്ക്. ഓക്കെ. ഇനി നമ്മൾ ഇതേ എക്സ്പെരിമെന്റ് തന്നെ എന്താണ് കറണ്ട് ഡയറക്ഷൻ തിരിച്ചാലോ? നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ പറഞ്ഞ എന്താണ് ഒരു നെഗറ്റീവ് ഇവിടെ വെക്കുന്നു, പോസിറ്റീവ് ഇവിടെ വെക്കുന്നു, റിയോസ്റ്റാറ്റിലോട്ട് കണക്ട് ചെയ്യുന്നു. അത് നേരെ ബി എന്ന് പറയുന്ന വയറിന്റെ സൈഡിൽ കൊണ്ട് കണക്ട് ചെയ്യുന്നു. ഇത് കീയുടെ സഹായത്തോടു കൂടി എയിൽ കൊണ്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ. ഇത് എ, ഇത് ബി. ഓക്കെ. ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. ഇപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് ഇതുവഴി ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. അപ്പൊ ഞാൻ കോമ്പസ് നീഡിന്റെ മുകളിൽ വെക്കും. അപ്പൊ ഇതിന്റെ ഡിഫ്ലക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും?
നമ്മൾ ഇങ്ങോട്ടേക്കാണ് നീന്തേണ്ടത്, മുകളിലോട്ട് നോക്കി നീന്തണം. അപ്പം നമ്മുടെ ലെഫ്റ്റ് കൈ ആ സൈഡിലോട്ടാണ്. അപ്പോൾ ഡിഫ്ലക്ഷൻ എങ്ങോട്ടേക്ക്? മനസ്സിലായി? ഇത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും. അപ്പം ഡോട്ടഡ് തന്നാൽ വിചാരിച്ചോണം ആ വയറിന്റെ താഴെയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനെ നോക്കി നീന്തണം. മനസ്സിലായോ? കോമ്പസ് നീഡിലെ നോക്കിയാണ് എപ്പോഴും എന്ത് ചെയ്യേണ്ടത്? നമ്മൾ നീന്തേണ്ടത്. ആ നീന്തി എങ്ങോട്ടാണ് ഡിഫ്ലക്ഷൻ നടക്കുന്നതെന്ന് കണ്ടുപിടിക്കുന്ന റൂളിന്റെ പേര് ആംപിയർ സ്വിമ്മിംഗ് റൂൾ ആണ്. ഓക്കെ ആണല്ലോ? ആംപിയർ സ്വിമ്മിംഗ് റൂൾ. അത് വേണമെങ്കിൽ ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതാം. ദ ഡയറക്ഷൻ ഓഫ് ഡിഫ്ലക്ഷൻ of compass needle compass needle can be identified with the help of Ampere swimming rule. Ampere's swimming rule. Okay ആണോ? ഓക്കെ. ഫ്രം ദ എബോവ് എക്സ്പെരിമെന്റ്, അതായത് ഇതുവഴി കറണ്ട് കൂട്ടി വിട്ടാലോ, കൂടുതൽ കറണ്ട് കടത്തി വിട്ടാലോ നല്ല രീതിയിൽ ഡിഫ്ലക്ഷൻ നടക്കും. ശരിയല്ലേ? നല്ല രീതിയിൽ ഡിഫ്ലക്ഷൻ നടക്കും. അതേപോലെ ഡയറക്ഷൻ മാറുമ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഡിഫ്ലക്ഷൻ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഒക്കെ ഡിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇത് ശരിക്കും ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഇതിന്റെ നോർത്ത് പോൾ ഇങ്ങോട്ടാണ്. ഇപ്പൊ ഇതിന് നോർത്ത് പോൾ ഇങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്തു, ഈ കേസിൽ നോർത്ത് പോൾ ഇങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്തു, ഈ കേസിൽ നോർത്ത് പോൾ ഇങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്തു, ഈ കേസിൽ നോർത്ത് പോൾ ഇങ്ങോട്ട്. ക്ലിയർ ആണോ? എക്സ്പെരിമെന്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതിന്റെ കണ്ടന്റ് ആണ് ഞാൻ പറഞ്ഞത്. അടുത്ത ഹെഡിങ് എഴുതിക്കോ. ഇവിടെ മുതൽ ഇങ്ങോട്ട്. മിഷേലിന് മനസ്സിലായോ? മിഷേൽ, അഭിനവ് ഒക്കെ ഒന്ന് പറഞ്ഞേ. സന എന്ന് പറഞ്ഞേ. കേട്ടില്ല. സന. ഓക്കെ. അഭിനവേ പറഞ്ഞേ, മനസ്സിലായോ? അടുത്ത ഹെഡിങ് എഴുതിക്കോ. മാഗ്നറ്റിക് ഫീൽഡ്. ഈ ചാപ്റ്റർ പഠിക്കുമ്പോഴേ നിങ്ങൾ 3 ഡയമെൻഷനൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചിന്തിക്കണം കേട്ടോ. ഞാൻ പറയുന്ന പോലെ തന്നെ ചിന്തിക്കണം. 3 ഡയമെൻഷനൽ ആയിട്ട് ചിന്തിക്കണം. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് carrying straight wire. ഓക്കെ ആണല്ലോ? അപ്പം അതിന്റെ ഇതിങ്ങനെ ആയിരിക്കുമേ. അതായത് നമ്മളൊരു മാഗ്നറ്റിക് ഒരു കറണ്ട് ഒരു കണ്ടക്ടർ സ്ട്രെയിറ്റ് വയറിനകത്തൂടെ കറണ്ട് കടത്തി. അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും അറിയാമോ? ഇങ്ങനെ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. കണ്ടോ? ഇങ്ങനെ കോൺസെൻട്രിക് സർക്കിൾ പോലെ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ കണ്ടോ, ഇങ്ങനെ വന്നിട്ട് അതേപോലെ തന്നെ ഇതിങ്ങനെ പോകും. ഓക്കെ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഈ പടം വരച്ചിട്ട് ഇങ്ങനെ എഴുതാം. നോക്കിയോ, ഇത് എങ്ങനെ ഡയറക്ഷൻ കണ്ടുപിടിച്ചാന്നറിയോ? തമ്പ് റൂൾ എന്ന് പറയുന്ന റൂളുണ്ട്. തമ്പ് റൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കണ്ടക്ടറിനെ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുക. അതായത് നിങ്ങളുടെ തമ്പ് തേണ്ടി ഇങ്ങനെ വരയ്ക്കാം. എനിക്ക് വരയ്ക്കാൻ അറിയത്തില്ല, എന്നാലും ഞാൻ അറിയാവുന്ന പോലെ വരയ്ക്കാം. ഓക്കെ. നിങ്ങൾ വെച്ചിരിക്കുന്ന കണ്ടക്ടറിനെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നിങ്ങളുടെ വിരലിനകത്ത് തന്നെ ഇങ്ങനെ ചുരുട്ടുക. ബാക്കിയുള്ള 4 വിരൽ ഇങ്ങനെ അല്ലേ വരിക? അല്ലേ? ഇവിടെ നഖം, ഇവിടെ അടുത്ത വിരലിന്റെ നഖം, ഇവിടെ അടുത്ത വിരലിന്റെ നഖം, അല്ലേ? ഇവിടെ അടുത്ത വിരലിന്റെ നഖം. അപ്പൊ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പറയുന്നത് എന്താ അറിയോ? അതായത് ഇഫ് ഈ കേൾ അവർ റൈറ്റ് ഹാൻഡ് അറൗണ്ട് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ലൈക്ക് ദിസ്, our thumb indicate direction of current and the curling finger represents the direction of magnetic field എന്ന് പറയുന്നത്. അതായത് ഈ ഡയറക്ഷനിലാണ്, തമ്പിന്റെ ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നത്. ബാക്കി ഈ വട്ടത്തിൽ കറങ്ങുന്ന ഈ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. അതുകൊണ്ടാണ് ഇവിടെ കണ്ടോ, കറണ്ട് മുകളിലോട്ടാ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാ? ഈ ഡയറക്ഷനിലാണ്. മനസ്സിലായോ? അതുമല്ല, കോൺസെൻട്രിക് റിംഗ് ആയിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. കോൺസെൻട്രിക് റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ടോപ്പ് മോളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ ഈ വയറിന്റെ നിങ്ങളുടെ കണ്ണും കൊണ്ട് പോയിട്ട് നിങ്ങൾ ഈ ഡയറക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഒരു വട്ടം ഇങ്ങനെ, ഒരു വട്ടം ഇങ്ങനെ, ഒരു വട്ടം ഇങ്ങനെ,
ഒരു വട്ടം ഇങ്ങനെ കണ്ട, ഇതാണ് കോൺസെൻട്രിക് സർക്കിൾ. ഇത് ടോപ്പ് വ്യൂ ആണ്, ഇത് ടോപ്പ് വ്യൂ ആണ്, ടോപ്പ് വ്യൂ. ഇത് സൈഡ് വ്യൂ ആണ്, സൈഡ് വ്യൂ. മനസ്സിലായോ? എപ്പോഴും ആലോചിച്ചോണം, അങ്ങനെയായിരിക്കും അതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് developed around a current carrying conductor will be in the form of concentric circles, and whose direction can be determined by a rule called right hand thumb rule. Okay. According to right hand thumb rule, comma, if we hold our right hand in such that the thumb points in the direction of flow of current, then the fingers encircle the wire in the direction of magnetic field. Magnetic field എന്നോ magnetic field lines എന്നോ എഴുതാം. ഈ പടം കൂടെ നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് വയറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചത്. എന്നാൽ നമ്മൾ ഈ വയറിനെ എടുത്തിട്ട് ഇങ്ങനെ വളയ്ക്കുകയാണെങ്കിൽ ഇതൊരു കോയിലായി മാറിയില്ലേ, സർക്കുലാർ ലൂപ്പായി മാറിയില്ലേ. അതായത് ഈ വയറിനെ തന്നെ ഞാൻ എടുക്കുന്നു, ഈ വയറിനെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ വളയ്ക്കുന്നു.
ഇങ്ങനെ വളച്ചിട്ട് കണ്ടോ ഇങ്ങനെ ആക്കുമ്പോൾ ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതായത് ഒന്നുമില്ല, ഇങ്ങനെ ഇരിക്കുന്ന ഒരു വയറിനെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ വളയ്ക്കുന്നു. ഇങ്ങനെ വളയ്ക്കുമ്പോൾ എന്നിട്ട് അതിനകത്ത് കറണ്ട് കടത്തി വരുന്നു. ഇങ്ങനെ കടത്തി വിടുന്നതിന് പകരം ഇപ്പൊ അത് റൗണ്ട് ചെയ്തിട്ടാണ് കറണ്ട് പോകുന്നത് അല്ലേ. അപ്പൊ അതിന് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് വ്യത്യാസം ഉണ്ടാകുന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം അത് എഴുതിക്കോ. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു കറണ്ട് ക്യാരിങ് സർക്കുലർ ലൂപ്പ്. മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് ക്യാരിങ് സർക്കുലർ ലൂപ്പ് അല്ലെ സർക്കുലർ കോയിൽ എങ്ങനെയാണ് എടുക്കാം. ഓക്കെ ആണല്ലോ. ഇവിടെ നിങ്ങൾ നോക്കിയേ, എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ ഒരു ബാറ്ററി, എല്ലാവരും ശ്രദ്ധിക്കണം. ഒരു ബാറ്ററിയുടെ പോസിറ്റീവ്, ഓക്കെ ആണല്ലോ. ഓക്കെ, ബാറ്ററിയുടെ നെഗറ്റീവ്, ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നോക്കിക്കോണം. ഈ ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് ഞാനൊരു വയർ കണക്ഷൻ എടുക്കുകയാണ്. ഓക്കെ, അതേപോലെ ബാറ്ററിയുടെ നെഗറ്റീവിൽ നിന്ന് ഞാനൊരു വയർ കണക്ഷൻ എടുക്കുകയാണ്. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഇതിനെ ഞാൻ നേരെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നറിയോ, ഒരു സർക്കുലാർ കോയിലുണ്ട്, ആ സർക്കുലാർ കോയിലുമായിട്ട് കണക്ട് ചെയ്യാൻ പോകും. ബാറ്ററിയുടെ കണക്ഷൻ വേണ്ടി കൂടി ഇങ്ങനെ എടുക്കുകയാണ്. ഇത്രയും വരെ. എന്നിട്ട് ഇവിടെ ഒന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നറിയോ, ഇവിടെ ഒന്ന് ഞാൻ ആ വളച്ച് വെച്ചിരിക്കുന്ന വയറില്ലേ, ആ വളച്ച് വെച്ചിരിക്കുന്ന വയറിലോട്ട് ഇത് ആ വയറ്, ഞാൻ നേരത്തെ എടുത്തിരിക്കുന്ന വയറിനെ വളച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ്. ആ വയറിന്റെ രണ്ടറ്റത്ത് എന്ത് ചെയ്തു, ഞാൻ ഈ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് കൊണ്ട് കണക്ട് ചെയ്തു. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ ഒരു കീ ഒക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം ആലോചിക്കുക. കീ ഉണ്ട്, എന്നാലല്ലേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ശരിയല്ലേ? ഞാൻ കീ കൊടുത്താൽ എന്ത് സംഭവിക്കും, ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് ഏത് ഡയറക്ഷനാണ് കറണ്ട് ഒഴുകുന്നത്, ഇങ്ങനെ വന്ന് ആണല്ലോ. ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ തമ്പ് റൂൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി. ഈ പോയിന്റിൽ തമ്പ് റൂൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി. തമ്പ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ കറണ്ട് ഡയറക്ഷൻ മുകളിലോട്ട്, തമ്പ് മുകളിലോട്ട്, ബാക്കി ഫിംഗർ ഇങ്ങനെ ആണല്ലോ. അപ്പൊ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ആണോ. ഈ പോയിന്റിൽ തമ്പ് റൂൾ ഒന്ന് നോക്കി. തമ്പ് തന്നെ ഇങ്ങോട്ട്, ബാക്കിയുള്ള ഫിംഗർ എല്ലാം തന്നെ ഇങ്ങനെ ആണല്ലോ. അപ്പൊ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആണോ. അതേപോലെ ഈ പോയിന്റിൽ തമ്പ് റൂൾ അപ്ലൈ ചെയ്താലും ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയല്ലേ. ഈ പോയിന്റിൽ തമ്പ് റൂൾ അപ്ലൈ ചെയ്താലും ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടല്ലേ. ഈ പോയിന്റിൽ തമ്പ് റൂൾ അപ്ലൈ ചെയ്താലും ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടല്ലേ. ഈ പോയിന്റിൽ അപ്ലൈ ചെയ്താലും എന്താ, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. ഈ പോയിന്റിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. ഏത് പോയിന്റിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കായിരിക്കും, അകത്ത്. ഇവിടെ ഒരു ഫീൽഡ് അല്ല. എങ്ങനാ, ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടോ, കോൺസെൻട്രിക് റിംഗ് പോലെ തന്നെ ഇങ്ങനെ ഉണ്ട്. ഈ പോയിന്റിലെയും കോൺസെൻട്രിക് റിംഗ് പോലെ ഇങ്ങനെയുണ്ട്. ഈ പോയിന്റിലെയും കോൺസെൻട്രിക് റിംഗ് പോലെ ഇങ്ങനെയുണ്ട് അല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എല്ലാം കോൺസെൻട്രിക് റിംഗ് ഉള്ളതുകൊണ്ട് ഇവരെല്ലാം ഏറ്റവും അടുത്ത് വരുന്നത് ഏത് പോയിന്റിലായിരിക്കും, ഈ മാഗ്നറ്റിക് ഫീൽഡുകളെല്ലാം ഏറ്റവും അടുത്ത് വരുന്നത് ഈ സെൻട്രൽ പോയിന്റാണ്. അതുകൊണ്ട് തന്നെ ഈ കോയിലിന്റെ നടുക്കായിരിക്കും ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു സർക്കുലാർ കറണ്ട് ക്യാരിയിങ് കോയിലിനകത്തൂടെ കറണ്ട് കടത്തി വിട്ടു കഴിഞ്ഞാൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത് ഇങ്ങനെയായിരിക്കും, ഈ ഡയറക്ഷനിൽ. ഓക്കെ ആണല്ലോ. ഇനി ഒരു കാര്യം ആലോചിക്കുക. ഇവിടെ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഒരു കോയിലിനകത്തൂടെ, ഇതൊരു സർക്കുലർ കോയിൽ അതിനെ മുട്ടിച്ചു വെച്ചിരിക്കുക. ഒരു കോയിലിനകത്തൂടെ ഇപ്പൊ ഈ കറണ്ട് കടന്നു പോകുന്ന ഡയറക്ഷൻ ഏതാ, ഇങ്ങനെ ഈ ഡയറക്ഷൻ എന്താ, ഈ ഡയറക്ഷനിൽ കൂടെ അല്ലേ പോകുന്നത്. ഈ ഡയറക്ഷൻ എന്ത് ഡയറക്ഷനാണ്, നമ്മുടെ ക്ലോക്കിന്റെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് അല്ലേ. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് അല്ലേ. കറണ്ട് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് ചോദിക്കോ, ഞാനൊരു ഒരു കാര്യം കൂടെ ഇവിടെ വരച്ചിടാം. നിങ്ങൾ ബാർ മാഗ്നറ്റ് കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ബാർ മാഗ്നറ്റ് ഒരു സൈഡ് നോർത്തും ഒരു സൈഡ് സൗത്ത് അല്ലേ. ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്, നോർത്തിൽ നിന്ന് സൗത്തിലേക്കായിരിക്കും ആണോ. നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ആണല്ലോ. അപ്പൊ അതിനർത്ഥം നിങ്ങൾ നോക്കി, നോർത്ത് പോളിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്ക് ഇറങ്ങി പോവുക, സൗത്ത് പോളിലോട്ട് മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്ക് കയറുക. ഇവിടെ നോക്കി, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഈ സൈഡിൽ, ഈ കോയിലിന്റെ ഈ സൈഡ്, അതായത് നമ്മളിപ്പോ നോക്കുന്ന സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പൊ അകത്തോട്ട് കയറി പോവല്ലേ ആണോ. എന്നാൽ നിങ്ങൾ അപ്പുറത്തെ സൈഡിൽ പോയി നിന്ന് നോക്കിയാലോ, മാഗ്നറ്റിക് ഫീൽഡ് എന്താ, പുറത്തേക്ക് ഇറങ്ങിയല്ലോ. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്ക് കയറുന്ന സൈഡ് ഏത് സൈഡായിരിക്കും, സൗത്ത് പോൾ ആയിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് പുറത്തേക്ക് ഇറങ്ങുന്ന പൊളാരിറ്റി ഏതായിരിക്കും. അപ്പൊ നിങ്ങൾ ആലോചിച്ചോണം,
ഒരു കറണ്ട് ക്യാരിങ് സർക്കുലർ കോയിൽ എന്തായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്? ഒരു ബാർ മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. കാരണം ബാർ മാഗ്നറ്റിന് നോർത്ത് പോളും സൗത്ത് പോളും ഉള്ളത് ഇതിനും ഉണ്ടാവും. നോക്കി അതെങ്ങനെ ഉണ്ടാകുന്നത് നോക്കി. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോയാൽ കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് ഒഴുകുന്നതെങ്കിൽ ആ ഫേസ് സൗത്ത് പോൾ ആയിട്ട് മാറും. അത് ഓർത്ത് വെക്കാൻ ഒരു ട്രിപ്പ് ഉണ്ട്. നോക്കി സൗത്തിന്റെ എസ് എന്ന് എഴുതിയിട്ട് ഈ ആരോ ഇട്ട് കഴിഞ്ഞാൽ ഈ ആരോ ഏത് ഡയറക്ഷനിലാണ് ഒഴുകുന്നത്? ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒഴുകുന്നത്. ഇത് ഏത് ഡയറക്ഷനാണ്? ക്ലോക്ക് വൈസ് അല്ലേ? ഇപ്പൊ ക്ലോക്ക് വൈസ് വരുമ്പോൾ ആ ഫേസ് എന്തായിട്ട് ബിഹേവ് ചെയ്യും? സൗത്ത് പോൾ ആയിട്ട് ബിഹേവ് ചെയ്യും. അതേപോലെ തന്നെ വേറൊരു കോയിൽ ഞാൻ കാണിക്കുകയാണ്. നോക്കി വേറൊരു കോയിൽ കാണിക്കുകയാണ്. നോക്കി ഞാൻ അതിലൂടെ ഇങ്ങനെ നടത്തില്ല. അപ്പൊ ഇവിടെ എന്താ? ഇത് കറണ്ട് പിന്നെന്താ? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കറണ്ട് സാറേ കേക്കത്തില്ലേ? എന്താ പോലെ കേക്കത്തില്ല. കേൾക്കുന്നില്ലേ? സൗണ്ട് കുറവാ ഇപ്പം. ബാക്കി ആർക്കും കേൾക്കുന്നില്ലേ? സൗണ്ട് കുറവായിട്ടാണ് കേൾക്കുന്നത്. സന പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. സൗണ്ട് കുറവായിട്ടാണ് കേൾക്കുന്നത്. ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ? സന കുറവൊക്കെ എങ്ങനാ? കുഴപ്പമില്ല സർ, കേൾക്കാം. ഒരു കാര്യം നിങ്ങൾ ഇത് എഴുതിയിടാം. ഈ സാധനം വരച്ചെടുത്ത് എന്നിട്ട് ഇതിവിടെ ഒന്ന് പറഞ്ഞോട്ടെ. അതായത് ഇവിടെ എൻ എന്ന് പറയുന്ന ലെറ്റർ കൊടുക്കുക. എന്നിട്ട് ഈ എൻ എന്ന് പറഞ്ഞ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആരോ ഇട്ട് കഴിഞ്ഞാൽ ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ നോക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതുക. ഇത് ഇത്ര വരയ്ക്കാനുള്ളതാണ്. ഇത് ബാർ മാഗ്നറ്റ് ആണ്. ബാർ മാഗ്നറ്റ് ഇത് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം ഈ പടം വരയ്ക്കുക. പിന്നെ ഇത് രണ്ടെണ്ണം വരയ്ക്കുക. അത് എഴുതുക. എന്നിട്ട് ഇത് വരയ്ക്കുക. എന്നിട്ട് ഒരു കാര്യം കൂടെ എഴുതുക. കറണ്ട് ക്യാരി സർക്കുലാർ ലൂപ്പ് ആക്ട് ആസ് എ ബാർ മാഗ്നറ്റ്. having north pole and south pole. ഇത്ര എഴുതിക്കേ. വരുവാ, ഞാൻ ഇയർഫോൺ
ഹലോ സർ. മോനെ പറഞ്ഞോ, കേക്കാമോ? കുഴപ്പമില്ല. ഇതൊന്ന് നോക്കി. മഴയാ, ഭയങ്കര മഴയാ ഇവിടെ. ഇത് ഇത്രയുമാണ് എഴുതേണ്ടത്, ഇത് ഇത്രയുമാണ് ഇതിനകത്ത് എഴുതേണ്ടത്. ഇതിനകത്ത് മനസ്സിലാകാത്ത കാര്യം ചോദിച്ചോ, പെട്ടെന്നാട്ടെ. മനസ്സിലായി സർ. മനസ്സിലായി, ഓക്കെ. മിഷേലിന്? Yes, sir. സന? Yes, sir. ഈ റൂളിനെ ക്ലോക്ക് റൂൾ എന്നാ പറയുന്നത് കേട്ടോ, ക്ലോക്ക് റൂൾ കേട്ടോ. അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ എഴുതിയിട്ടേക്കണം. ക്ലോക്ക് റൂൾ നിങ്ങളുടെ ഇതിനകത്തുണ്ട്. ക്ലോക്ക് റൂൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ലുക്കിംഗ് അറ്റ് ദ ഫേസ് ഓഫ് ദ ലൂപ്പ്. നിങ്ങൾ ഫേസ് ചെയ്യുന്ന ലൂപ്പിനകത്തൂടെ ക്ലോക്ക് വൈസിലാണ് കറണ്ട് പോകുന്നതെങ്കിൽ ആ സൈഡ് സൗത്ത് പോൾ. നിങ്ങൾ ഫേസ് ചെയ്യുന്ന സൈഡിൽ ലൂപ്പിനകത്തൂടെ കറണ്ട് ആന്റി ക്ലോക്ക് വൈസിലാണ് പോകുന്നതെങ്കിൽ, ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഇതൊരു ലൂപ്പാ. ഈ ലൂപ്പിൽ ഇപ്പം നമ്മളിപ്പം ദിവ്യയും ആരോണും ഞാനും നോക്കുമ്പോൾ ഈ കറണ്ട് ഇങ്ങനെയാ പോകണമെങ്കിൽ ഇത് ക്ലോക്ക് വൈസ്, അപ്പൊ നമുക്കിത് സൗത്ത് പോൾ. എന്നാൽ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്ലോക്ക് വൈസ്, അപ്പൊ എനിക്കിത് ആന്റി ക്ലോക്ക് വൈസ്, എനിക്കിത് നോർത്ത് പോൾ, എനിക്കിത് സൗത്ത് പോൾ. അതേപോലെ തന്നെ ഇപ്പൊ മിഷേലിനും ദിവ്യയ്ക്കും, അതേപോലെ മിഷേലിനും അഭിനവിനും സനയ്ക്കും നോക്കിയോ, ഈ ഡയറക്ഷനിൽ ഇങ്ങനെ പോകുമ്പോൾ, അതായത് നിങ്ങൾക്ക് ഏത് ഡയറക്ഷനിലാണോ തോന്നുന്നത്, നിങ്ങൾക്ക് സൗത്ത് പോൾ ആയിട്ട് തോന്നുവാണ്, ക്ലോക്ക് വൈസിലാണ് ഒഴുകുന്നത് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ആ സൈഡ് നിങ്ങൾക്ക് സൗത്ത് പോൾ. പക്ഷെ ഞാൻ അതിന്റെ ഇപ്പുറത്താണ് നിൽക്കുന്നത്, എനിക്കത് നിങ്ങൾക്ക് തോന്നുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നത്, നോർത്ത് പോൾ. അപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്ന സൈഡിൽ കൂടെ കറണ്ട് ക്ലോക്ക് വൈസിലാണ് പോകുന്നതെങ്കിൽ ആ സൈഡ് സൗത്ത് പോൾ, ആന്റി ക്ലോക്ക് വൈസിലാണ് കറണ്ട് എന്താ നോർത്ത് പോൾ. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഈ എന്താണ് വേണമെങ്കിൽ ഒരു ഡോട്ടിൽ ഒരു കാര്യം കൂടി എഴുതാം. The magnetic field, strength of magnetic field എന്ന് എഴുതുക. The strength of magnetic field. The strength of magnetic field is maximum at the center of the loop. Center of the loop. അതും കൂടി എഴുതുക. എന്നിട്ട് ഒരു സോളിനോയിഡ് മുന്നോട്ട് എഴുതുക. സോളിനോയിഡ് എന്ന ഹെഡിങ് എഴുതിക്കോ. സോളിനോയിഡ്. ഈ സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നമ്മളിപ്പം ഒരു ലൂപ്പ് അല്ലേ എടുത്തത് ഇങ്ങനെ, അങ്ങനെ കുറെ ലൂപ്പ് ഇങ്ങനെ അടുപ്പിച്ച്, അതായത് ഒരു 10,000 കണക്കിന് ലൂപ്പ് നമ്മളിങ്ങനെ അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സോളിനോയിഡ്. അതായത് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, നമ്മളൊരു ഹോളോ ആയിട്ടുള്ളൊരു സിലിണ്ടർ എടുക്കും. ആ സിലിണ്ടറിലോട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നറിയോ, ഒരു കോയിൽ ഇങ്ങനെ ചുറ്റും. ഇപ്പൊ അതൊരു കോയിലായില്ലേ, ഇല്ലേ, ഒരു ലൂപ്പായില്ലേ. ഇനി വീണ്ടും എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ കണ്ടോ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സോളിനോയിഡ് എന്ന് പറയുന്നത്. അതായത് കുറെ സർക്കുലർ ലൂപ്പ് ഇങ്ങനെ അടുപ്പിച്ച് ഇൻസുലേറ്റഡ് കോപ്പർ കോയിൽ ബൗണ്ടഡ് ഇൻ ദി ഫോം ഓഫ് ഹെലിക്സ്. ഒരു ഹെലിക്സിന്റെ ആകൃതിയിൽ ഇൻസുലേറ്റഡ് കോപ്പർ വയർ ഇങ്ങനെ കുറെ ചുറ്റി ഉണ്ടാകുന്ന അവസ്ഥ നോക്കി. നമുക്കറിയാം ഒരു ലൂപ്പിന്റെ തന്നെ സെൻട്രൽ ഉണ്ടാകുന്ന മാഗ്നെറ്റിക് ഫീൽഡ് വളരെ സ്ട്രോങ് ആണ്. അപ്പം ഒരു 10,000 കണക്കിന് ടേൺസ് ഉള്ള ഒരു സോളിനോയിഡ് എടുത്തിട്ട് അതിനകത്തൂടെ കറണ്ട് കടത്തിവിട്ടാൽ എന്ത് സംഭവിക്കും? അതിന്റെ സെൻട്രൽ ഭാഗത്തുണ്ടാകുന്ന മാഗ്നെറ്റിക് ഫീൽഡ് എന്തായിരിക്കും? വളരെ 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 സ്ട്രോങ് ആയിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റാൾക്കാരെ മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ വേറെ ഏതെങ്കിലും ഒരു ഇരുമ്പൊക്കെ കൊണ്ട് അതിനിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിനുള്ളിൽ അത് മാഗ്നറ്റായി മാറും. മനസ്സിലായോ? അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ സോളിനോയിഡ് ഉപയോഗിക്കുക. ഓക്കെ ആണല്ലോ? അപ്പം എഴുതിക്കോളൂ, സോളിനോയിഡിനെ പറ്റി എഴുതുക. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോളിനോയിഡിനെ പറ്റി
solenoid is a device which is in which the insulated conducting wires wounded in the form of helix. Okay ആണല്ലോ. അതായത് it is a device in which the insulated conducting wires wounded in the form of helix. Okay ആണല്ലോ. അപ്പം ഇവിടെ നമുക്ക് അത് വേണമെങ്കിൽ തന്നെ ഇങ്ങനെ വരയ്ക്കാം നമുക്ക്. അതായത് എപ്പോഴും ആലോചിച്ചോണം, ഞാൻ ഒരു ഒരു സോഫ്റ്റ് ആൻഡ് സിലിണ്ടറിലായിരിക്കും എപ്പോഴും ഇതെന്ത് ചെയ്യുന്നത്. നിങ്ങളുടെ പക്ഷേ സ്കൂളിൽ ചിലപ്പം ഇങ്ങനെ ഒരു സിലിണ്ടർ ഒന്നും വരയ്ക്കാതെ ആയിരിക്കും നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാകുക കേട്ടോ. എന്നാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹോളോ ആയിട്ടുള്ള, ഇത് പൊള്ളയാണ് കഥയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ ചുറ്റുമ്പോൾ പിന്നെ ഇങ്ങനെ വന്നിട്ട് നമുക്ക് തന്നെ ഇങ്ങനെ ഇതിന്റെ ഫ്രണ്ടിൽ കൂടെ കണ്ടോ, ഇങ്ങനെ വന്ന് ബാക്കിൽ കൂടെ ചുറ്റി ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഫ്രണ്ടിൽ കൂടെ ചുറ്റി കണ്ടോ, ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ബാക്കിൽ കൂടെ വന്ന് വീണ്ടും ബാക്കിൽ കൂടെ വന്ന് ഫ്രണ്ടിൽ കൂടെ ചുറ്റി ബാക്കിൽ കൂടെ വന്ന് ഫ്രണ്ടിൽ കൂടെ ചുറ്റി ബാക്കിൽ കൂടെ വന്ന് ഫ്രണ്ടിൽ കൂടെ ചുറ്റി കണ്ടോ, ബാക്കിൽ കൂടെ പിന്നെ തിരിച്ചറിയാം കണ്ടോ. കറണ്ട് ഞാൻ ഇതുവഴി കടത്തി വിട്ടത് നമുക്ക് ഒരു കീ ആണ്. ഇത് നമ്മളിവിടെ ഒരു റിയോസ്റ്റാറ്റ് ഘടിപ്പിച്ചിട്ടുണ്ട്. ആ റിയോസ്റ്റാറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക കണ്ടോ, ഇങ്ങനെ കണക്ട് ചെയ്യുക. എന്നിട്ട് ഈ റിയോസ്റ്റാറ്റ് അടിച്ച് ഇവിടെ ഒരു കീയും കൂടെ വേണേൽ കൊടുത്തു, ഇവിടെ ഒരു കീയും കൂടെ കൊടുത്തു, ടെക്സ്റ്റിനകത്ത് ഇവിടെ ഒരു കീയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കി, ഇതിനും നോർത്ത് പോളും സൗത്ത് പോളും കാണത്തില്ലേ? കാരണം എന്താ, ഇതും ഒരു സർക്കുലർ കോയിലല്ലേ. ഇതുവഴി കറണ്ട് ഇപ്പൊ ഏത് ഡയറക്ഷനിലാണ് കയറുന്നത് മക്കളെ? നോക്കി, ഇത് പോസിറ്റീവാ, അപ്പം കറണ്ട് ഇപ്പൊ ഇതുവഴി ഇങ്ങനെയല്ലേ. നിങ്ങൾ ഈ സൈഡിൽ പോയി നിന്നിട്ട്, അതായത് ഇപ്പൊ ഞാൻ ഈ സൈഡിൽ പോയി നിന്നിട്ട് ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ എനിക്കിത് ഏത് ഡയറക്ഷനിലാണ് കറണ്ട് കയറി പോകുന്നത്? ഇതുവഴി ഇങ്ങോട്ടല്ലേ ആണോ? അത് ഏത് ഡയറക്ഷനാ? ഞാൻ ഇവിടെ പോയി ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ എനിക്ക് ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്, ശരിയല്ലേ? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആ സൈഡ് എന്ത് പോളായിട്ട് ബിഹേവ് ചെയ്യും? ഈ സൈഡ് നോർത്ത് പോളായിട്ട് ബിഹേവ് ചെയ്യും. എന്നാൽ ഞാൻ ഇവിടെ വന്ന് നോക്കുവാണെങ്കിലോ, ഇങ്ങോട്ട് നോക്കുവാണെങ്കിലോ, ഇപ്പൊ എനിക്ക് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുന്നത്? ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി കണ്ട ഇങ്ങനെ വരുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ആ സൈഡ് അങ്ങനെയാണെങ്കിൽ കറണ്ട് ഏത് ഡയറക്ഷനിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ എന്താണ് ആ സൈഡ് എന്തായിട്ട് ബിഹേവ് ചെയ്യും? സൗത്ത് പോൾ ആയിട്ട് ബിഹേവ് ചെയ്യും, ശരിയല്ലേ? ആണോ? അതായത് കറണ്ട് എങ്ങനെയാണോ കയറുന്നത് അതിനനുസരിച്ച് വേണം അത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും. ചിലപ്പം ഇങ്ങനെ തരുവാണെങ്കിലോ, ഇപ്പൊ നോക്കിയോ, ഇങ്ങനെ തരുവാണ്, ഇത് പുറകിൽ കൂടെ കയറി ഇങ്ങനെ വന്നു ഫ്രണ്ടിൽ കൂടെ ഇറങ്ങി പോവാം. ഇപ്പൊ നിങ്ങളുടെ ഈ സൈഡ് എന്തായിട്ട് ബിഹേവ് ചെയ്യും? ഈ സൈഡ് എന്തായിട്ട് ബിഹേവ് ചെയ്യും? നോക്കിയേ, ഈ സൈഡ് നിങ്ങളൊന്ന് പോയിട്ട് നോക്കിയേ, കറണ്ട് ഇപ്പൊ ഏത് ഡയറക്ഷനിലാണ് കയറി പോകുന്നത്? നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നത്, ഇത് ഏത് ഡയറക്ഷനാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലല്ലേ. അപ്പൊ ഈ സൈഡ് സൗത്ത്. എന്നാൽ ഇവിടെ ചെന്ന് നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് നോക്കുവാണെങ്കിലോ, ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പൊ എന്താ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ആ സൈഡ് എന്താ നോർത്ത്. അപ്പൊ കറണ്ട് എങ്ങനെയാണോ കയറി പോകുന്നത് ഇറങ്ങി വരുന്നത് നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ഫിക്സ് ചെയ്യാൻ, സോളിനോയിഡിന്റെ നോർത്ത് പോളും സൗത്ത് പോളും ഒക്കെ ഫിക്സ് ചെയ്യാൻ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനിയും സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടാൻ 3 വഴികളുണ്ട്. ഒന്ന്, നിങ്ങളുടെ ടെക്സ്റ്റിനകത്തെ പടത്തിനകത്ത് ഈ ബ്ലാക്ക് ആയിട്ടുള്ള ഈ വരച്ചിരിക്കുന്ന സോഫ്റ്റ് ആൻഡ് കോർ ഇല്ല. സോഫ്റ്റ് ആൻഡ് കോർ വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. 2, ഈ ഇതിനകത്തൂടെ ഇപ്പൊ നമ്മൾ റിയോസ്റ്റാറ്റ് വെച്ചിട്ട് ഇപ്പൊ 2 ആംപിയർ ആണ് കടത്തി വിട്ടത്, അതിനനുസരിച്ചുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഉണ്ടാകത്തുള്ളൂ. എന്നാൽ ഞാൻ ഇതിന് പകരം ഈ ബാറ്ററിക്ക് ഒരു 20 ആംപിയർ കൊടുക്കാൻ കഴിയുള്ള ഇതാണെങ്കിൽ ഞാൻ ഈ റിയോസ്റ്റാറ്റ് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള 20 ആംപിയർ കറണ്ട് കടന്നു പോകും. അപ്പൊ അതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? കൂടും. മൂന്നാമത്തേന്ന് പറയുമ്പോഴത്തേക്കും ഒരു കോയിലിനകത്തൂടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് ആണ്. ഇപ്പൊ ഇവിടെ എത്ര കോയിലുണ്ട്? 1, 2, 3, 4 കോയിലുണ്ട് ആണല്ലോ. അപ്പം ഒരു കോയിലിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെക്കാളും എന്തുകൊണ്ടും കൂടുതലായിരിക്കും എന്ത്? 4 കോയിലിലൂടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ 10,000 കോയിലിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? വളരെ സ്ട്രോങ് ആയിരിക്കും, അല്ലേ? അപ്പൊ നമുക്ക് ഇൻക്രീസിംഗ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി കോയിൽ കൂട്ടിയാലും നമുക്ക് എന്ത് ചെയ്യാം? മാഗ്നറ്റിക് ഫീൽഡിനെ കൂട്ടാം. ഓക്കെ ആണല്ലോ. അപ്പം ഈ പടം റഫായിട്ട് വരയ്ക്കുക, റഫായിട്ടല്ല, ഈ പടം ശരി ക്ലിയർ ആയിട്ട് വരയ്ക്കുക. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ചോദിച്ചോ. ഈ പെർമനന്റ് മാഗ്നറ്റ് ഇപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്നത്? പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള മാഗ്നറ്റ് അല്ലേ. പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം എർത്തിന്റെ പല റീജിയണിലും ശരിക്കും മാഗ്നറ്റിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് കണ്ടുപിടിച്ചത് പെർമനന്റ് മാഗ്നറ്റ് ഡയറക്റ്റ് ഓർ അല്ലല്ലോ. ഏതാ?
അത് പെർമനന്റ് മാഗ്നറ്റ് ഡയറക്റ്റ് നാച്ചുറലിൽ നിൽക്കുന്ന ആ ഒരു മാഗ്നറ്റ് ആണോ? അല്ലല്ലോ. എടാ ഞാനിത് പറയുന്ന കേക്ക്. അതായത് അതായത് മാഗ്നറ്റിസത്തെ പറ്റിയുള്ള ആദ്യ കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് ഗ്രീസിലെ മാഗ്നസോൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. അവിടെ ആട്ടിടയന്മാര് സ്റ്റഡുള്ള മലമണ്ടയ്ക്ക് എന്ത് ചെയ്യുന്ന ആടിനെ മേയ്ക്കാൻ പോകുമ്പോൾ അവരുടെ കാലിനടിയിൽ അവർ സ്റ്റഡുള്ള ഇരുമ്പിന്റെ ഷൂസ് ആണ് ഇട്ടിരുന്നത്. അപ്പൊ ചില ഏരിയ ചെല്ലുമ്പോഴേക്കും ആ ഇരുമ്പിന്റെ ഷൂസ് പൊക്കാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അപ്പം അന്ന് ഈ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അന്നുണ്ടായിരുന്ന ഫിലോസഫർ പറഞ്ഞു എർത്തിന്റെ ഈ ഭാഗങ്ങളിലൊക്കെ എർത്ത് എന്തോ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് കാല് പൊക്കാൻ പറ്റാത്തത്. പിന്നീട് അത് കണ്ടുപിടിച്ചെന്താ, അവിടെ എർത്ത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി, അവിടുത്തെ കല്ല് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആയിരിക്കും, അവിടുത്തെ അവിടെയുള്ള ധാതുക്കൾ മീൻസ് മിനറൽസ്, അതായത് ഇൻക്ലൂഡിങ് അയൺ ഒക്കെ എന്തായിരിക്കും മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കുക. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെർമനന്റ് മാഗ്നറ്റിക്. ഇതെല്ലാം ടെമ്പററി മാഗ്നറ്റാ. കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, മാഗ്നറ്റ് ആകത്തുള്ളൂ. കറണ്ട് മാറ്റി കഴിഞ്ഞാൽ ഇത് മാഗ്നറ്റ് അല്ല, ജസ്റ്റ് വയറാ. എന്നാൽ നിങ്ങൾ ബാർ മാഗ്നറ്റ് ഇല്ലേ, ബാർ മാഗ്നറ്റ്, ഈ ബാർ മാഗ്നറ്റ് ഒരു എന്ത് മാഗ്നറ്റാ? അതായത് എന്താ, പെർമനന്റ് മാഗ്നറ്റാ. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി, പക്ഷെ കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കുറഞ്ഞ് ഇല്ലാതാവും. മനസ്സിലായി? ഇതിനെ മാഗ്നറ്റൈസ് ചെയ്യുന്നത് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള മാഗ്നറ്റ് ഉണ്ട്, അതേപോലെ തന്നെ മാൻമെയ്ഡ് ആയിട്ടുള്ള പെർമനന്റ് മാഗ്നറ്റും ഉണ്ട്. മാൻമെയ്ഡ് ആയിട്ടുള്ള പെർമനന്റ് മാഗ്നറ്റ് ഇതുപോലെ ഇപ്പൊ ഒരു ഇരുമ്പിന്റെ പീസ് ഉണ്ട്, ഞാൻ ഈ സോളിനോട് ഇടയ്ക്കോട്ട് വെക്കുക, എന്നിട്ട് ഭയങ്കരമായിട്ടുള്ള കറണ്ട് ഇതിനകത്തോട് കയറ്റി വിടുവാണെങ്കിൽ ഇതെന്തായിട്ട് മാറും, ഇത് മാഗ്നറ്റ് ആയിട്ട് മാറും. അത് മാഗ്നറ്റ് ആയി മാറിക്കഴിഞ്ഞാൽ അതിന് ഇപ്പം സോഫ്റ്റ് ആൻഡ് അയൺ പോലെയുള്ള മെറ്റീരിയൽ ആണെങ്കിൽ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് അതിനകത്തുനിന്ന് വിട്ടു പോകത്തില്ല. സ്റ്റീൽ പോലുള്ള ഇതാണെങ്കിൽ അത് കുറേ നാൾ എന്ത് ചെയ്യും, അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് നിലനിൽക്കും. മനസ്സിലായോ? പെർമനന്റ് ആയിട്ട് നിലനിൽക്കും. ശരിക്കും മാനുവലി ഉണ്ടാക്കിയെടുക്കുന്ന പെർമനന്റ് മാഗ്നറ്റ് ആണെങ്കിൽ പോലും അത് ദീർഘകാലം ഒന്നും നിൽക്കാൻ പോകുന്നില്ല. കുറച്ചാൾ നമ്മൾ ഈ ബാലരമയുടെ കൂടെ ഒക്കെ പണ്ട് ഒരു മാഗ്നറ്റ് കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ കൺവെൻഷനൊക്കെ രണ്ട് കല്ല് പോലൊരു മാഗ്നറ്റ് കിട്ടത്തില്ലേ, അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, കുറഞ്ഞ് വരുന്ന കാണാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഏതൊരു പെർമനന്റ് മാഗ്നറ്റ് ആണെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയാലും നാച്ചുറൽ അല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഉണ്ടാക്കിയെടുത്ത പെർമനന്റ് മാഗ്നറ്റ് ആണെങ്കിൽ അതിന്റെ മാഗ്നറ്റിസം നിലനിർത്താനായിട്ട് ഒരു കാലയളവുണ്ട്, അതുവരെ നിൽക്കത്തുള്ളൂ. അത് ഈ കറണ്ട് കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്ന സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് പോലെയല്ല, കുറെ കാലം കൂടെ എന്ത് ചെയ്യും, നിലനിൽക്കും. മനസ്സിലായോ അഭിനയ്? ഓക്കെ. ഇനിയും ഈ പടം വരയ്ക്കുക. ഈ പടം വരച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ താഴോട്ട് എഴുതിയെടുക്കേണ്ട 2-3 കാര്യമുണ്ട്, അതൊന്ന് എഴുതിയെടുത്തേക്കുക. ഈ പടം വരച്ചിട്ട് താഴോട്ട് എഴുതിയെടുക്കേണ്ട കാര്യം നോക്കിക്കോളൂ. ഇതിന്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെയിറ്റ് ആയിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണല്ലോ പോകുന്നത്, ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണല്ലോ, ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ, ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ, താഴത്തെ അതേപോലെ തന്നെയല്ലേ. ഓക്കെ, ഇതിനെല്ലാം കൂടെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്തെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും വരുന്നത്, ഇതിനകത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയായിരിക്കും. ശരിയല്ലേ? യോജിപ്പിച്ച് കഴിഞ്ഞാൽ. അപ്പം ഈ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് നോക്കി, സ്ട്രെയിറ്റ് ലൈൻ ആണ്, പാരലലും ആണ്. മനസ്സിലായോ? അപ്പൊ ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇതും കൂടെ നിങ്ങളൊന്ന് വരയ്ക്കണം. ഇങ്ങനെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഇത് വരിക, അതും കൂടെ ഈ പടത്തിനകത്തൊന്ന് വരയ്ക്കണം. ഓക്കെ, ഇവിടെ നോർത്ത് പോൾ ആണ്. അപ്പൊ നോർത്ത് പോളിൽ നിന്ന് എങ്ങോട്ടേക്ക് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നു, സൗത്ത് പോളിലേക്ക്. കണ്ടോ? ഈ അകത്ത് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടോ, ഇങ്ങനെ പാരലായിരിക്കും. അതേപോലെ അടുത്തൊരു ലൈനും കൂടെ വരയ്ക്കുക, എന്നിട്ട് അതിന്റെ മണ്ടക്കൂടെ ഇങ്ങനെ വരയ്ക്കുക. കണ്ടോ? അതും പാരലായിരിക്കും. അതേപോലെ താഴോട്ടും കൂടെ കണ്ടോ, ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ്. ഇതിന്റെ ഡയറക്ഷനും കൂടെ കൊടുക്കുക. എവിടുന്ന് എങ്ങോട്ടാ, നോർത്തിൽ നിന്ന് സൗത്ത് പോളിലേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. എന്നാൽ അകത്ത് സൗത്തിൽ നിന്ന് നോർത്തിലേക്കായിരിക്കും. അത് വരയ്ക്കേണ്ട ആവശ്യമില്ല. അകത്ത് എപ്പോഴും സൗത്തിൽ നിന്ന് നോർത്തിലേക്കായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്നിട്ട് ഇങ്ങോട്ടേക്കൂടെ ഒരു ആരോ വരച്ചിട്ടേക്കുക, ഇങ്ങോട്ടേക്കൂടെ ഒരു ആരോ വരച്ചിട്ടേക്കുക. കണ്ടോ? ഇവിടെ നിന്ന് പുറത്തോട്ട്, ഇവിടെ നിന്ന്. ഇത്രയും കാര്യങ്ങൾ ആ പടത്തിനകത്ത്.
ഓക്കെ, എന്നിട്ട് ഓരോ പോയിന്റ് പോയിന്റായിട്ട് എഴുതിക്കോ. അതായത് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ കൺസെപ്റ്റിനെ പറ്റിയാണ്. അതായത് ദ മാഗ്നറ്റിക് ഫീൽഡ് ഫീൽഡ് ലൈൻസ് inside the solenoid inside the solenoid are nearly straight line and parallel to the axis of solenoid. That is the magnetic field is magnetic field inside the solenoid is uniform. അതേപോലെ തന്നെ അടുത്തൊരു പോയിന്റ്, the magnetic field lines becomes denser അല്ലെങ്കിൽ becomes stronger എന്ന് കൊടുത്തു. denser എന്ന് കൊടുക്കണ്ട, becomes stronger. അതല്ലേ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വേർഡ്. becomes stronger when current in the solenoid is increased. ഇനി by increasing the number of turns increase ചെയ്യാന്ന് പറയുമ്പോൾ എന്താ, ലെങ്ത് ഇൻക്രീസ് ചെയ്യാന്നല്ലേ, ശരിയല്ലേ? ലെങ്ത് ഓഫ് കോയിൽ, ശരിയല്ലേ? ലെങ്ത് ഓഫ് by increasing the number of turns also we can അല്ലെങ്കിൽ magnetic field can be increased. magnetic field can be increased. ഇനി by using a soft iron core. soft iron core എന്ന് പറയുമ്പോൾ ഒരു iron rod ആണ്. iron rod also magnetic field can be ഈ DC മോട്ടറിന്റെ ഒക്കെ വർക്കിംഗ് പഠിക്കാനുണ്ടോ? ഇല്ലല്ലോ. അതേപോലെ തന്നെ ഇലക്ട്രിക് ബെല്ലിന്റെയും പഠിക്കാനില്ലല്ലോ, വർക്കിംഗ് ഇല്ലല്ലോ. ഇലക്ട്രിക് ബെല്ലും അതിന്റെ പ്രിൻസിപ്പിളും അല്ലേ ഉള്ളൂ. പഠിക്കാനുണ്ടെങ്കിൽ പറയണേ, മിഷേലിനെ ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ. അതേപോലെ അഭിനവിനെയും. AC ജനറേറ്ററിന്റെയും ഈ പറഞ്ഞ പോലെ തന്നെ മെയിൻ പാർട്സും മാത്രമല്ലല്ലോ, വർക്കിംഗ് ഒന്നും ഇല്ലല്ലോ. ഉണ്ടോ? പറഞ്ഞേ മിഷേൽ. കേട്ടില്ല. വർക്കിംഗ് ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ക്ലാസ് കൊണ്ട് തീർക്കായിരിക്കും. ഇനി നോക്കാം. നമുക്ക് ഈ ബാർ മാഗ്നറ്റും സോളിനോയിഡും തമ്മിലുള്ള സിമിലാരിറ്റിയും ഡിസിമിലാരിറ്റിയും ഒന്ന് നോക്കാം. അപ്പം സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ബിറ്റ്വീൻ എ സോളിനോയിഡ് ആൻഡ് ബാർ മാഗ്നറ്റ്. എന്താ സിമിലാരിറ്റി? രണ്ടിനും പൊളാരിറ്റി ഉണ്ട്, ശരിയല്ലേ? ആണോ? നമുക്ക് നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ഓഫ്, ഞാൻ MF എന്ന് എഴുതാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ സോളിനോയിഡ്, കറണ്ട് ക്യാരിങ് സോളിനോയിഡ്. കറണ്ട് ക്യാരിങ് ചെയ്താലല്ലേ അത് മാഗ്നറ്റായി മാറത്തുള്ളൂ. മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് കറണ്ട് ക്യാരിങ് സോളിനോയിഡ്
solenoid are similar to the magnetic field of magnetic field of bar magnet. അടുത്തത് a current carrying solenoid when suspended freely align itself in north south direction as that in the same manner as a bar magnet as that of bar magnet അതേപോലെ തന്നെ അടുത്തൊരു ഡോട്ട് എഴുതാം a current carrying solenoid also acquires the attractive property of a magnet അത് ബാർ മാഗ്നറ്റിന്റെ പോലെയും അട്രാക്റ്റീവ് പ്രോപ്പർട്ടി ഉണ്ടാവും ശരിയല്ലേ ഇനി ഡിസിമിലാരിറ്റി എന്നും കൂടെ എഴുതിക്കോ ഡിസിമിലാരിറ്റി നമുക്ക് സോളിനോയിഡിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും ബാർ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റുമോ ഇല്ല അതായത് അപ്പൊ അതാണ് ഒന്നാമത്തെ ഡിസിമിലാരിറ്റി strength of current carrying strength of magnetic field by a current carrying solenoid can be changed by changing current number of turns ശരിയല്ലേ ഇനി അതേപോലെ polarity can also be changed polarity can be also changed polarity can be also changed in case of solenoid മറ്റേതിന്റെ കേസിൽ പറ്റുമോ അത് നോർത്ത് പോൾ ആണ് ഫിക്സ് നോർത്ത് പോൾ ഇത് സൗത്ത് പോൾ ആണ് സൗത്ത് പോൾ എന്നാൽ ഇത് എന്താ ഈ സോളിനോയിഡിനകത്തൂടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് കടത്തി വിട്ടാൽ ആ സൈഡ് സൗത്ത് പോൾ എന്നാൽ ആ സൈഡിൽ കൂടെ തന്നെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കടത്തി വിട്ട് കഴിഞ്ഞാൽ ആ സൈഡ് നോർത്ത് പോൾ ആയിട്ട് മാറും പോളാരിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ കൊണ്ട് നാളെയും ഫിസിക്സ് ആണ് അറിയാലോ നമുക്ക് കയറുക ഞാൻ നാളെ പറ്റുമെങ്കിൽ കുറച്ചുകൂടെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന രീതി തുടങ്ങാം നാളെ നമുക്ക് ഈ ചാപ്റ്റർ തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കാം ഓക്കെ എന്നാൽ ഇങ്ങനെ നിൽക്കട്ടെ ബൈ